ഹായ് ഗൈസ്, അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ലെഹങ്കയാണ്. 6 ഇയേഴ്സ് വരുന്ന ഒരു മോൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ നെക്ക് ഡിസൈൻ തന്നെയാണ്. അപ്പോൾ ഇതായിരുന്നു എനിക്ക് കസ്റ്റമർ അയച്ചു തന്ന റെഫറൻസ് പിക്ക്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു വേണ്ടി എടുത്തിട്ടുള്ളത് ക്രേപ്പിൻ്റെ ലൈനിങ് ആണ്. ഇതൊരു 3 മീറ്റർ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നെറ്റിൽ സീക്വൻസ് വരുന്ന ഒരു ക്ലോത്താണ്, അതും 3 മീറ്റർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 മീറ്റർ ലേസും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് മെയിൻ ഫാബ്രിക്കായിട്ട് എടുത്തിട്ടുള്ളത്. നെറ്റിൽ സീക്വൻസ് വർക്കായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതിന് ഞാൻ 8 മടക്കായിട്ട് മടക്കിയിട്ടുണ്ട്. ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത് സ്കേർട്ടിൻ്റെ ആ പോർഷനാണ്. സ്കേർട്ടിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മാർക്ക് ചെയ്തതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് അത്യാവശ്യം നല്ല വിടത്തിൽ തന്നെ എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ചധികം ഫ്രില്ലിട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഭാഗം സ്കേർട്ടിന് വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. അടുത്തത് ഇനി എടുക്കാൻ പോകുന്നത് ലെഹങ്കയുടെ ടോപ്പ് പാർട്ടാണ്. അപ്പോൾ 2ആയിട്ട് മടക്കിയിട്ടുള്ള ഈ ക്ലോത്തിന് ഞാൻ ഒന്നും കൂടെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ടോട്ടൽ 4 ഫോൾഡായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങൾ എങ്ങനെ വരുന്നത് നോക്കാം. ടോപ്പിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത് 12 ആണ്. അപ്പോൾ ഒരു 13 ഇഞ്ച് എക്സ്ട്രാ 1 ഇഞ്ചും കൂടെ ആഡ് ചെയ്തിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഷോൾഡർ ലെങ്ത്ത് 5.5 എടുത്തിട്ടുണ്ട്. ആം ഹോൾ ലെങ്ത്ത് 6ഉം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോള് ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചെടുക്കാം. ബസ്റ്റ് ലെങ്ത്ത് വരുന്നത് ടോട്ടൽ 24 ആണ്. അപ്പോൾ അതിനെ നമുക്ക് 4ആയിട്ട് മടക്കിയിട്ട് ചെയ്യുമ്പോൾ 6 വരും. അതിലേക്ക് ഒരു എക്സ്ട്രാ 1 ഇഞ്ചും കൂടി ആഡ് ചെയ്തിട്ട് 7 എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കതും കൂടി ഒന്ന് മാർക്ക് ചെയ്തിട്ട് ബാക്കി വരുന്നതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ ടോപ്പ് പോർഷനൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ലൈനിങ്ങും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിന് ക്രേപ്പിൻ്റെ ക്ലോത്ത് ഞാൻ 4ആയിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഈ കട്ട് ചെയ്ത ഒരു ഭാഗം വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ ഭാഗത്തു കൂടി ഒന്ന് കട്ട് ചെയ്ത് എടുത്താൽ മതി. അങ്ങനെ ലൈനിങ്ങും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ ഒന്ന് മാറ്റി വെക്കാം. അടുത്തത് ഇനി ചെയ്യുന്നത് ഒരു സ്ക്വയർ പീസ് ക്ലോത്തിനെ 4ആയിട്ട് മടക്കിയെടുക്കുന്നുണ്ട്. ഇതുപോലെ 4ആയിട്ട് മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. ആ കോർണറിൽ വെച്ചിട്ട് 6 ഇഞ്ച് എല്ലാ ഭാഗത്തായിട്ടും മാർക്ക് ചെയ്തെടുക്കാം. ഇനി ആ മാർക്ക് ചെയ്തതിനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും. ഇനി നമുക്കിതിനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ അതാ ഇതുപോലെ നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതുപോലെ തന്നെ ഒരു ക്ലോത്തും കൂടി കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. അതെടുക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്തില്ലേ ആ പീസ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പീസിനെ 4ആയിട്ട് തന്നെ ഒന്ന് മടക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് ആ കോർണർ ഭാഗത്ത് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ 1 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ നമുക്കൊരു നടുവിലൊരു ഓപ്പൺ കിട്ടും. ഇനി നമുക്കതിനെ ഒരു സൈഡ് കട്ട് ചെയ്ത് കൊടുക്കാം. ഏതെങ്കിലും ഒരു സൈഡ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കതിനെ ഒന്ന് നിവർത്തി വെക്കാം. ഇതുപോലെയാണ് കിട്ടുന്നത്.
അപ്പോൾ ഇത് നമുക്ക് ഒരു ഭാഗത്തേക്കുള്ളത് ആയിട്ടുള്ളൂ. ഇനി ബാക്ക് സൈഡിലേക്കുള്ളതും കൂടി ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ 2 സർക്കിൾ കട്ട് ചെയ്തെടുത്തിരുന്നല്ലോ. അപ്പോൾ രണ്ടാമത്തതും ഇതുപോലെ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനെ ജോയിൻ ചെയ്തെടുക്കേണ്ടതുണ്ട്. ഒരു ഭാഗം മാത്രം ജോയിൻ ചെയ്തെടുക്കേണ്ടതുള്ളൂ. ബാക്ക് സൈഡ് അങ്ങനെ ഓപ്പൺ ആയിട്ട് തന്നെ വെക്കാം. 2 ലെയറായിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. ആദ്യത്തെ ലെയർ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ ലെയറും ചെയ്തെടുക്കാം. ആദ്യത്തേത് 6 ഇഞ്ചിലായിരുന്നു കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ ലെയർ 5 ഇഞ്ചിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 1 ഇഞ്ച് കുറച്ചിട്ട് വേണം രണ്ടാമത്തെ ലെയർ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ 1 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ കോർണർ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതുപോലെ തന്നെ നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് രണ്ടും കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിനൊന്ന് നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം. ഇതുപോലെയാണ് നമുക്ക് ഇത് കിട്ടുന്നത്. ഇത് 2 ലെയർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ രണ്ടും കൂടെ ഒന്ന് വെച്ച് നോക്കാം. എങ്ങനെയാണ് ഇത് കിട്ടുന്നതെന്ന് കാണിച്ചു തരാം. ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആ ഒരു പാറ്റേൺ കിട്ടും. അങ്ങനെ ഒന്ന് ഫ്രണ്ടും ഒന്ന് ബാക്കും ആയിട്ട് നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത്. 2 ലെയറായിട്ടാണ് ഇതിൽ ഫസ്റ്റ് ലെയറാണ് ഈ ഒന്ന് വരുന്നത്. ഇതുപോലെ നമുക്ക് ഈ ഒരു ക്ലോത്തിനെ കിട്ടും. അപ്പോൾ നമ്മൾ ഇതുപോലെ 4 ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് 2 ലെയറായിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പം 6 ലെയറിൻ്റെ താഴെ ഭാഗത്തും അതിൻ്റെ മുകളിലായിട്ട് 5 ഇഞ്ചിൻ്റെ ലെയറാണ് മുകളിൽ വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ 2 ഭാഗത്തേക്കായിട്ടും 2 ലെയറിൽ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 4 ആവശ്യമുണ്ട്. ഇതുപോലെ അങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചാൽ ഇങ്ങനെ ഒരു പാറ്റേൺ കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ആ ഫ്രണ്ടിൽ വരുന്ന ഒരു ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അടുത്തത് ഇനി നമുക്ക് ഈ ടോപ്പിൽ നെക്കിൻ്റെ വിഡ്ത്തും ലെങ്ത്തും ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. നെക്കിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത് 2.5 ആണ്. അതുപോലെ തന്നെ നെക്ക് ഡീപ്പ് എടുക്കുന്നത് 3 ഇഞ്ചസ് ആണ്. അധികം ഒന്നും ഇറക്കുന്നില്ല. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഒരു കർവായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇത് നമ്മൾ ചെയ്തെടുക്കുന്നത് ഫ്രണ്ട് നെക്കാണ്. ഈ ഒരു ഇതാണ് പാറ്റേണിലാണ് ഫ്രണ്ട് നെക്ക് ചെയ്തെടുക്കുന്നത്. ഇനി അതുപോലെ തന്നെ ബാക്ക് നെക്കും നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്ക് വിഡ്ത്ത് 2.5 എടുത്തു. നെക്കിലെ ഡീപ്പ് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്ക് സൈഡ് നമ്മൾ ഓപ്പൺ ആക്കിയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അധികം ഒന്നും ഇറക്കേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ബാക്ക് നെക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പാറ്റേണിലാണ് ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുത്തത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ റൗണ്ട് ഷേപ്പിൽ ആദ്യം കട്ട് ചെയ്ത് വെച്ചില്ലേ, അതിൻ്റെ എഡ്ജസ് കൂടെ നമുക്ക് ഈ ഒരു ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതിന് ഞാൻ ലേസിൻ്റെ മുകളിലായിട്ട് പ്ലെയിൻ നെറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു വർക്ക് നെറ്റ് നമുക്ക് എത്ര മടക്കിയെടുത്താലും ആ ഒരു വൃത്തി കിട്ടില്ല. അപ്പോൾ ഒരു പ്ലെയിൻ നെറ്റ് അതിൻ്റെ മുകളിലായി വെച്ച് കൊടുത്തിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ പ്ലെയിൻ നെറ്റ് മാത്രമായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ 4 ചെയ്തെടുക്കുന്നുണ്ട്. ഇത് കുറച്ച് വീതി കുറഞ്ഞ ലേസ് ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് നല്ല ശ്രദ്ധയോടെ ചെയ്തെടുക്കേണ്ടതാണ്. ഇത് വളയോ ഒക്കെ ചെയ്താൽ ഈ ഒരു വൃത്തി കിട്ടത്തില്ല. അപ്പോൾ ആ ഒരു ലേസിൽ കൂടെ തന്നെ നമുക്ക് ഇതൊന്നിനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഈ സ്റ്റിച്ച് ചെയ്തതിന് നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു പ്ലെയിൻ നെറ്റ് വരുന്ന ആ ഭാഗം മാത്രം ഒന്ന് മടക്കി തയ്ക്കാം. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ആ ഒരു കോർണർ ഭാഗം നമുക്ക് നല്ല വൃത്തിയിൽ തന്നെ ആ ഒരു സിക്സാഗ് പാറ്റേണിലുള്ള ലൈസ് മാത്രമായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ 4 ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ജോയിൻ ചെയ്തിട്ട് 2 ലെയറായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു പാറ്റേൺ ചെയ്തെടുത്തത്. ഇനി നമുക്കത് രണ്ടും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് വെക്കാം. ഒരു ഇത് കറക്റ്റായിട്ട് തന്നെ നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ആ നെക്കിൻ്റെ ഭാഗത്തേക്ക് ഇത് വെക്കുമ്പോൾ ചിലപ്പോൾ നമുക്കത് അങ്ങോട്ട് കൂടെ നീങ്ങി പോകാനൊക്കെ ചാൻസ് ഉണ്ട്.
അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് രണ്ടും കൂടെ കറക്റ്റാക്കി വെച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് രണ്ടും കൂടെ നമ്മൾ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനൊന്ന് വെച്ച് നോക്കാം. ഇതുപോലെയാണ് കിട്ടുന്നത്. ഒരു ഭാഗം ഓപ്പൺ ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ മുഴുവനായിട്ടും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ബാക്ക് ഒരു ഹുക്ക് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാക്ക് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂടി ഒരുമിച്ച് വെച്ച് കൊടുക്കാം. നല്ല ഭാഗം ഉള്ളിൽ വരുന്ന പോലെ വെച്ച് കൊടുക്കാം. ഇനി ആ ഷോൾഡർ ഭാഗമാണ് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. അങ്ങനെ ഷോൾഡർ രണ്ടും ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതുപോലെ ഷോൾഡർ രണ്ടും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ചെയ്ത് വെച്ചില്ലേ ഫ്രണ്ടിലുള്ള ആ ഡിസൈൻ, അതുപോലെ തന്നെ വെച്ച് കൊടുക്കാം. ബാക്ക് സൈഡിൽ ഓപ്പൺ വരുന്നത് പോലെ നമുക്ക് അതിനങ്ങ് ജോയിൻ ചെയ്ത് എടുക്കേണ്ടതുണ്ട്. ഇതുപോലെ വെച്ചിട്ടാണ് ജോയിൻ ചെയ്തെടുക്കുന്നത്. ഈ ഒരു നെറ്റ് കുറച്ച് വർക്കുള്ള നെറ്റ്, അതുകൊണ്ട് തന്നെ കുറച്ചൊരു തിക്നെസ് ആയിട്ടാണ് കിട്ടുന്നത്. ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ടോപ്പിൻ്റെ ബാക്ക് സൈഡിൽ നിന്നാണ്. ഈ ഒരു ഓപ്പൺ ചെയ്ത ഭാഗം ആ ഭാഗത്തേക്കായിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ രണ്ടും കൂടെ ആദ്യം ജോയിൻ ചെയ്തെടുത്തല്ലോ, അതുകൊണ്ട് നീങ്ങിപ്പോവുകയൊന്നും ചെയ്യില്ല. ആ ഒരു ഭാഗത്ത് കൂടി ശ്രദ്ധിച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു നെക്കിൻ്റെ ഭാഗത്ത് കൂടെയാണ് ഇത് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഇതിൻ്റെ ഈ ഒരു സൈഡും കൂടെ ബാക്കിലേക്ക് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെ അത് അവിടെ അമർന്ന് നിന്നോളും. അങ്ങനെ നമ്മുടെ ഈ പാർട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ലൈനിങ്ങും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ലൈനിങ്ങും ഞാൻ ഇതുപോലെ തന്നെ ഷോൾഡറിൻ്റെ ഭാഗം രണ്ടും ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും നല്ല ഭാഗം ഉള്ളിലേക്ക് വരുന്നത് പോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ ജോയിൻറ്റിൽ കൂടെ ഒന്നും കൂടെ ഈ ഒരു ലൈനിങ്ങും കൂടി ജോയിൻ ചെയ്ത് എടുക്കാം. നമ്മളൊരു ഇതിന് ഹുക്കായിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പീസ് എക്സ്ട്രാ അപ്പം തന്നെ അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി വരുന്ന ആ പാർട്ടൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതുപോലെ തന്നെ നമുക്ക് എല്ലാ ഭാഗത്തായിട്ടും ഓരോ ചെറിയ കട്ട് കൊടുക്കുക. നമുക്ക് മറിച്ചിടുമ്പോൾ ഈസി ആവുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചെയ്തെടുക്കുന്നത്. അങ്ങനെ എല്ലാ ഭാഗത്തായിട്ടും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ലൈനിങ്ങിനെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ എഡ്ജസ് കൂടെ ഒക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതുണ്ട്. അങ്ങനെ സ്റ്റിച്ചൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് ആ ഒരു ഭാഗം കിട്ടുന്നത്. ബാക്കിൽ ഹുക്കാണ് കൊടുക്കുന്നത്. ഈ ഒരു ടോപ്പ് സ്ലീവ്ലെസ് ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ രണ്ട് ഭാഗത്തായിട്ടും മടക്കി തയ്ച്ച് കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഷോൾഡറിൻ്റെ രണ്ട് ഭാഗവും മടക്കി തയ്ച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ രണ്ട് സൈഡുമാണ് ജോയിൻ ചെയ്തെടുക്കേണ്ടത്. രണ്ട് സൈഡും ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് താഴെ ഭാഗം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു ലെഹങ്കയുടെ സ്കേർട്ട് ഭാഗം കൂടി ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ഫ്രില്ലൊക്കെ കൊടുത്തിട്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ടാണ് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ വീഡിയോ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്തി ആയതുകൊണ്ട് അത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതാണ് ഈ ഒരു ലെഹങ്കയുടെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇതിൻ്റെ സ്കേർട്ട് ഭാഗത്ത് ലാറ്റ്കാനും കൂടി ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു. ബൈ.